ശ്രീകണ്ഠപുരം സെഞ്ചുറിയുടെ 43-ാം വാർഷികാഘോഷവും പുതിയ ഷോറൂമിന്റെ 5-ാം വാർഷികാഘോഷവും ശ്രീകണ്ഠപുരം സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഷോറൂമിൽ നടന്നു. നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീകണ്ഠാപുരത്ത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ ഇന്നുവരെ വടക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ബ്രൈഡൽ ഫാഷനുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ പ്രൗഢിയേറിയ 43 വർഷങ്ങൾ പിന്നിടുന്നു. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്ററിൽ നടന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ ടി മിറാജ് അധ്യക്ഷത വഹിച്ചു. അശോകൻ കെ വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നൂറുദ്ദീൻ, ബിജു കെ എന്നിവർ ആശംസയറിയിച്ച് സംസാരിച്ചു. ഡയറക്ടർമാരായ ഇബ്രാഹിം പി, അബ്ദുൽ നാസർ പി, കാസിം കെ ടി എന്നിവർ സംസാരിച്ചു. റെയ്സ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. സെഞ്ചുറിയെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠപുരത്ത് ഈ സ്ഥാപനം പുതുതായി പ്രവർത്തനം ആരംഭിച്ചതിന്റെ 5-ാം വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ശ്രീകണ്ഠപുരത്ത് ആദ്യമായി സെഞ്ചുറി ഒരു സ്ഥാപനം തുടങ്ങി പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ പടവുകൾ കയറി കണ്ണൂർ ജില്ലയിലും കാസർഗോഡും മറ്റ് വിവിധ മേഖലകളിലും വസ്ത്രവ്യാപാര രംഗത്ത് ഒരു വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിച്ചു. ഇവിടെ തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പ്രദേശത്തെ 10-45 ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന ശ്രീകണ്ഠപുരത്തെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമായി വളരുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. കാരണം ഒരു സ്ഥാപനം ഇങ്ങനെ വളർന്നാൽ മാത്രമേ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകും. അതുകൊണ്ട് ഇനിയും വളരെ മനോഹരമായ സ്ഥാപനങ്ങൾ, വൈവിധ്യമാർന്ന സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാനും അവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാനും ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കാലഘട്ടത്തിലേറെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. അത് അവിടുത്തെ ആളുകൾക്ക് ജോലി ലഭ്യമാക്കി അവർക്ക് മാസം ശമ്പളം നൽകി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക എന്ന് പറഞ്ഞതൊരു ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കറിയാം നമ്മൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം എത്ര കണ്ട് വളരുന്നു അത്ര കണ്ട് നമുക്കും ഗുണകരമായി മാറും. അതുകൊണ്ട് സെഞ്ചുറിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊഴിലാളി മുതലാളി എന്ന ബന്ധമില്ലാതെ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാം. അവരുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ആളുകൾ, കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ആറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠപുരത്തെ വസ്ത്രരംഗത്തല്ല മറ്റ് മേഖലയിലടക്കം ശ്രീകണ്ഠപുരം നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഒരു മുനയിൽ കച്ചവടം തുടങ്ങി ശ്രീകണ്ഠപുരത്തെ ഒരു വലിയ വൻകിട ഒരു വ്യാപാരിയായി മാറിയത് അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഒന്നുകൊണ്ട് മാത്രമാണ്.